പുതിയ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ മുരിങ്ങക്കായ ഒരുപാട് കിട്ടുന്ന സീസൺ ആണല്ലേ. അപ്പൊ മുരിങ്ങക്കായ കൊണ്ട് നമ്മൾ പല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളും ചെയ്യാറുണ്ട്. മുരിങ്ങക്കായ നല്ലതുമാണ് കഴിക്കുന്നത് അല്ലെ. അപ്പൊ ഇന്ന് നമ്മള് സാധാരണ നമ്മളധികം വീട്ടിലൊന്നും ചെയ്യാത്ത ഒരു റെസിപ്പിയാണ്. മുരിങ്ങക്കായ മോരൊഴിച്ച് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 2 മുരിങ്ങക്കായ മതി. അപ്പൊ വീഡിയോ മുഴുവനായി കാണാം. സാധാരണ മോരൊഴിച്ച് കറിയിൽ നിന്ന് കുറച്ച് വ്യത്യാസം മാത്രമാണല്ലോ. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ ഈ മുരിങ്ങക്കായ കറി ഉണ്ടാക്കാൻ നമുക്ക് ആകെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. 2 മുരിങ്ങക്കായ ഞാൻ അതിന്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കഴുകിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. 2 പച്ചമുളക് വേണം, പിന്നെ ഉപ്പ് വേണം, തൈര് വേണം 1 കപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 2 നുള്ള് ഉലുവ, നാളികേരമാണ് കേട്ടോ. നാളികേരം 1 കപ്പ്, ഒരു 4-5 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് വെള്ളം വേണം. പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് കടുക് 1 ടീസ്പൂണും 2-3 വറ്റൽമുളക്, 1 പിഞ്ച് ഉലുവ, പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കറി പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മുരിങ്ങക്കായ കഴുകി വെച്ചത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ കഴുകി വെച്ചതാണ്. കഴുകിയിട്ടില്ലെങ്കിൽ ഈ സമയത്ത് കഴുകിയിട്ട് ഇട്ടാലും മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തു വെച്ചത്, പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കണം കേട്ടോ. മൂടി വെച്ചിട്ട് തന്നെ വേവിക്കാം, മുരിങ്ങക്കായ വേവുന്ന വരെ. 2 പച്ചമുളക് കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിൽ കീഴിടണം കേട്ടോ. മുരിങ്ങക്കായ വേവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാളികേരം, വറ്റൽമുളക്, നല്ല ജീരകം, ഉലുവ, തൈര് ഇതൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ട് പോകും. അപ്പൊ നമ്മള് അരച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും തൈര് ബാക്കിയുണ്ട് കേട്ടോ. ഈ തൈര് കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ മുരിങ്ങക്കായ ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മള് അരച്ചു വെച്ച ആ നാളികേരവും തൈരും കൂടിയിട്ട് ഞാൻ ബാക്കിയുള്ള തൈരും കൂടിയിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അപ്പൊ നമ്മള് ഇത് ഒഴിച്ച് ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യത്തിന് തിക്നെസ് ആയിട്ടുണ്ട് ഗ്രേവിക്ക്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇത് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉലുവ എടുത്ത് വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് അത് പൊട്ടിച്ചിട്ട് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് കറിയുടെ മുകളിലേക്ക് ഒഴിക്കാം. അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പൊ മുരിങ്ങക്കായ കിട്ടുമ്പോ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ചെയ്ത് തരും. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയ റെസിപ്പിയുമായി കാണാം. ബൈ.